ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ. ഞാൻ മുന്നേ ദിവസം ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനായിട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡെക്കറേഷനാണ് ഇന്നിവിടെ കാണിക്കുന്നത്. സിമ്പിളാണിത് സംഭവം. കാണുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ട് ആർക്കും ചെയ്യാൻ കഴിയില്ല എന്ന്, അതൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡെക്കറേഷനാണ് ഈ ഒരു ഫോൾട്ട് ലൈൻ ഡെക്കറേഷൻ എന്ന് പറയുന്നത്. പിന്നെ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു കേക്ക്. ഈ ഒരു കേക്ക് നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു കറക്റ്റ് 3 ലെയറായിട്ട് കട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബേക്കിംഗ് ക്ലാസ്സിൽ കാണിക്കാം കേട്ടോ, കറക്റ്റായിട്ട് എങ്ങനെ കട്ട് ചെയ്യേണ്ട രീതി എന്നൊക്കെ ഞാൻ ബേക്കിംഗ് ക്ലാസ്സിൽ കാണിക്കാം. അതിനായിട്ട് സെപ്പറേറ്റ് ഒരു എപ്പിസോഡ് തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ 3 ലെയറായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇതിലേക്ക് എടുക്കുന്നത്. 1 kg ബേസാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നല്ല ഹൈറ്റുള്ള കേക്ക് ആകുമ്പോൾ അതിനനുസരിച്ച് ക്രീമിന് കൂടി വരും. അപ്പോൾ അതുകൊണ്ടാണ് 1/4 കപ്പ്, അല്ലെങ്കിൽ 1 കപ്പ് തന്നെ മതിയാവും. എന്നിട്ട് ഇത് നമുക്ക് ബീറ്റ് ചെയ്യാം. നല്ല സ്റ്റിഫാവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്തപ്പോൾ ഇത് സ്റ്റിഫായതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം വേണം ഐസിങ് ചെയ്യാൻ, നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ടേൺ ടേബിളിൽ കേക്ക് ബേസ് വെച്ചിട്ടുണ്ട്. 1 kg ബേസാണ് വെച്ചിട്ടുള്ളത്. കുറച്ചൊന്ന് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെയായിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഷുഗർ സിറപ്പ് 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1/4 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഐസിങ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയറിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് അതിന് മേലെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ലെയറും ഇതുപോലെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തിട്ട് ഐസിങ് ചെയ്തെടുക്കുക. അങ്ങനെ സൈഡ് ഇതിൽ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്ത് സൈഡൊക്കെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം മൂന്നാമത്തെ ലെയർ വെക്കുന്ന കറക്റ്റായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് കറക്റ്റ് ലെവലായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ലെയർ ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുത്ത ശേഷം നമുക്ക് മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. അതും ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത ശേഷം നമുക്ക് ക്രീം വെച്ചിട്ട് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. നമ്മൾ ക്രം കോട്ടിങ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കേക്കിൽ നേരിട്ട് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ചെറുതായിട്ടൊക്കെ നമ്മുടെ ആ കേക്ക് ക്രംസ് അതിൽ പറ്റി പിടിക്കും. അപ്പോൾ നമ്മൾ ഫൈനൽ കോട്ടിങ്ങും ഈ ഒരു സമയത്ത് തന്നെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്രീമിൽ കേക്ക് ക്രംസ് ഉണ്ടായാൽ കാണാനൊരു ഭംഗി കിട്ടില്ല. അപ്പോൾ ക്രം കോട്ടിങ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ ആ ക്രീം സെറ്റായി കിട്ടും. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഫിനിഷിങ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ സൈഡൊക്കെ ഒന്നൊരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്രം കോട്ടിങ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക. താഴെയാണെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കുക. ഞാനിപ്പോൾ ഇത് 10 മിനിറ്റ് ഫ്രീസറിലാണ് വെക്കുന്നത്, പെട്ടെന്ന് സെറ്റായി കിട്ടിക്കോളും. 10 മിനിറ്റിന് ശേഷം പുറത്തേക്ക് എടുത്ത ശേഷം നമുക്ക് ഫിനിഷിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫിനിഷിങ് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് ഫിനിഷിങ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സൈഡിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അതാകുമ്പോഴും നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ആ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ക്രീം എടുത്തിട്ട് ചെയ്യാമെന്ന് മാത്രം. പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് ഐസിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ചുറ്റും ഇങ്ങനെ ഒന്ന് റൗണ്ടിൽ ചുറ്റി കൊടുക്കുക. എന്നിട്ട് എക്സസ് ആയിരിക്കുന്നതൊക്കെ നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം കേട്ടോ, എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റുള്ളൂ. സൈഡൊക്കെ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഫൈനൽ ഫിനിഷിങ് ഏകദേശം ആയിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൾട്ട് ലൈൻ ഉണ്ടാക്കിയെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീമിൽ നമുക്ക് ഇഷ്ടമുള്ള കളറൊന്ന് ആക്കി കൊടുക്കുക. ഞാൻ 2 ഡ്രോപ്പ് ലെമൺ യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കളർ യെല്ലോ കളർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫോൾട്ട് ലൈന് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ പൈപ്പിംഗ് ബാഗ് ആക്കിയിട്ട് അതിലേക്ക് ഫില്ല് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ആ ഒരു അറ്റത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് വരഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ആ ഫോൾട്ട് ലൈനിൻ്റെ അവിടെ വരച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ ഡസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഗോൾഡൻ ഡസ്റ്റ് ആകുമ്പോഴായിരിക്കും ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുക. എനിക്ക് ഗോൾഡൻ ഡസ്റ്റ് കിട്ടിയില്ല, അപ്പോൾ റെഡ് കളറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടി പോകരുത്, ഒരു പേസ്റ്റ് രൂപത്തിലാണ് അത് മിക്സ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എഡിബിളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗോൾഡൻ കളർ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാം, പക്ഷേ അത് എനിക്ക് അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു യെല്ലോ കളർ വെച്ചിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് ഈ ഒരു ഡസ്റ്റ് ഉപയോഗിച്ചിട്ട് ആ ബ്രഷിൽ നമുക്ക് ഇങ്ങനെ അതിൻ്റെ ആ ബ്രഷിൻ്റെ ആ ഒരു ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ വിടിയിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ഡോട്ട് കിട്ടുമല്ലോ, ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചുറ്റുഭാഗത്തേക്കും അങ്ങനെ ആക്കി കൊടുക്കുക. ആ ഒരു ഡസ്റ്റിൽ മുക്കിയിട്ട് ആ ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ അങ്ങനെ അതൊരു തെറിക്കുന്ന ആ ഒരു രൂപത്തിൽ ആക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കുഞ്ഞു ഡോട്ടായിട്ട് ആ റെഡ് കളർ വരും. ആ ഒരു മാച്ച് കിട്ടാൻ യെല്ലോയും റെഡുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു കറക്റ്റ് മാച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് യെല്ലോ കളർ റെഡ് കളർ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും അങ്ങനെ ആക്കി കൊടുക്കുക. അതുപോലെ ഈ ഒരു യെല്ലോ ക്രീം ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കുക. ചുറ്റും ഇതുപോലെ വരച്ചു കൊടുക്കുക. ഫോൾട്ട് ലൈൻ അല്ലേ, അപ്പോൾ നമുക്ക് ചെറുതോ വലുതോ അങ്ങനെയൊക്കെ ആക്കി വരച്ചു കൊടുക്കുക കേട്ടോ, എന്നാലേ കറക്റ്റ് ആ ഒരു ഭംഗി കിട്ടുള്ളൂ. എന്നിട്ടൊരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അങ്ങ് വലിക്കുക. എന്നിട്ട് എക്സസ് ആയിട്ടുള്ളത് ബൗളിലേക്ക് മാറ്റുക. ഇതുപോലെ ഒരു 3-4 തവണ ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് കറക്റ്റ് ഒരു ഫോൾട്ട് ലൈൻ രൂപത്തിലാവുന്ന വരെ വലിച്ചിട്ട് ലെവലാക്കി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം അങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ. കൂടുതൽ ഇതാക്കുകയും വേണ്ട, എന്നാൽ നല്ല കട്ടി ഉണ്ടാവുകയും ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ അങ്ങനെ ആക്കി കൊടുത്ത ശേഷം നമ്മുടെ ഈ ഗോൾഡൻ ടെക്സ്റ്റിൻ്റെ മിക്സ് ഇതുപോലെ ആ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇത് ഗോൾഡൻ കളർ ആകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുക്കുക. മെല്ലെ അങ്ങനെ പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ റോസ് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയിലെടുത്തിട്ട് അതിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ട് റോസ് ഫ്ലവറിൻ്റെ ആ ഒരു നോസിൽ ഈ ഒരു നോസിൽ വെച്ചിട്ട് റോസ് ഫ്ലവർ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇൻഷാ അല്ലാഹ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഫ്ലവർ വരയ്ക്കുന്നത്. യെല്ലോ കളറിലുള്ള ഫ്ലവർ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി കേക്കിൻ്റെ മേലെ കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെയായിട്ടാണ് നമ്മൾ ഈ റോസ് ഫ്ലവർ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള അത്ര ഫ്ലവർ വരച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ഫ്ലവേഴ്സും ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം കുറച്ച് ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് ഗോൾഡൻ ഷുഗർ ബോൾസ് അതിൻ്റെ മേലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതും വലുതുമായത് ഇട്ട് കൊടുക്കുമ്പോൾ കൂടുതലായി പോകേണ്ട, കുറച്ച് മതി. ചെറുതും വലുതുമായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതുപോലെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇത്രയും ഡെക്കറേഷൻസ് മതി, കൂടുതലായാലും ബോറായി പോവും. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോൾട്ട് ലൈൻ ഡെക്കറേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്